ഒന്നാം വാക്യത്തിൽ പൗലോസിനെ ഇവിടെ വായിച്ച സഹായിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കീഴുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പൗലോസിന്റെ മൂന്നാമത്തെ സന്തോഷം ക്രിസ്തുവിൽ നേടിയ ആത്മാക്കളാണ്. പൗലോസ് പറയുക, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്ന് വെച്ചാൽ ഫിലിപ്പിയ സഭ പൗലോസിന് ആരായിരുന്നു? ഒരു കിരീടമായിരുന്നു. ഇവരെല്ലാം നേടിയതാരാ? വിശ്വാസത്തെ കൊണ്ടുവന്നതാരാ? ഒന്നാമത്തെ രാത്രി നമ്മൾ ചിന്തിച്ചു, ലുദിയയിൽ ആരംഭിച്ച് കാരാഗ്രഹ പ്രമാണിയിൽ തുടർന്ന് അനേക വിശ്വാസത്തിന്റെ സത്യത്തിലേക്ക് വന്നു. ഇവരെല്ലാം കാണുമ്പോൾ പൗലോസിന്റെ അകത്തൊരു സന്തോഷമുണ്ട്. ഇവരെല്ലാം എനിക്ക് ആരാ? അവരെന്റെ കിരീടങ്ങളാ. നാളെ ഞാൻ പ്രാപിക്കാൻ പോകുന്ന. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ പ്രാപിച്ച സന്തോഷം പങ്കുവെക്കുന്നത്. 10 പേരോടെങ്കിലും ഈ സന്തോഷം പറയണം. എന്ന് വെച്ചാൽ നമ്മളെ കണ്ടാൽ മറ്റുള്ളവർക്ക് തോന്നണം നമ്മുടെ അകത്ത് എന്തുണ്ട്. ഉണക്ക മുഖം വെച്ച് ചെന്നാൽ അവര് പറയും, ദൈവത്തെ ഓർത്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ എന്റെ അടുത്തൊന്ന് വന്ന് നമ്മുടെ അകത്ത് ഇതുണ്ടെങ്കിലേ ഈ ആവേശവും ഉത്സാഹവും അവരുടെ സന്തോഷവും എന്നെ വിടുവിച്ചവൻ നിങ്ങളെ വിടുവിക്കും. എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവൻ നിങ്ങൾക്കും പ്രവർത്തിക്കും. എന്റെ പ്രാർത്ഥന കേട്ടവൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും.